Hey guys, it's me Ashwati and welcome back to our channel Mentortales. നമ്മൾ ഇന്ന് ഇന്ത്യൻ റൈറ്റിങ്ങിലെ മൊഡ്യൂൾ 1ത്തെ മൂന്നാമത്തെ പോയട്രിയാണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ ബൈ കമലാദാസ്. കമലാദാസിൻ്റെ ആൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോയം, അതിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. അപ്പോൾ ഇതിൽ ചോദിക്കാവുന്ന ഒന്നാമത്തെ ടൈപ്പ്, ദാറ്റ് ഈസ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ചോദിക്കാവുന്നത് ഇഗ്നോർഡ് മൈ വുമൺലിനെസ്. ഹൂ ഇഗ്നോർഡ് ഹർ വുമൺലിനെസ് ആൻഡ് ഹൗ ഡിഡ് ഷീ ഡൂ ദാറ്റ് എന്നാണ് ചോദിക്കണത്. ഓക്കെ, സോ ഇഗ്നോർഡ് മൈ വുമൺലിനെസ് എന്നുള്ളൊരു ലൈൻ തന്നിട്ടുണ്ട്. സോ ആരാണ് അവളുടെ സ്ത്രീത്വത്തിനെ മറന്നത്, എങ്ങനെയാണ് അവളത് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ പോയറ്റാണ് അവരുടെ വുമൺലിനെസ് ഇഗ്നോർ ചെയ്യുന്നത്. ആൻഡ് അവരത് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ഷർട്ടും അവരുടെ ബ്രദറിൻ്റെ ഒരു ട്രൗസറും ഇടുകയാണ്. ആൻഡ് ഷീ കട്ട് ഹെർ ഹെയർ ഷോർട്ട്, മുടി ചെറുതാക്കി വെട്ടും ചെയ്തു. അങ്ങനെയാണ് അവരവരുടെ സ്ത്രീത്വത്തിനെ മറക്കുന്നത്. ഓക്കെ, അതാണ് ഈ ഇഗ്നോർഡ് മൈ വുമൺലിനെസ് എന്നുള്ളതിൻ്റെ ആൻസർ. സോ ദ പോയറ്റ് ഇഗ്നോർഡ് ഹെർ വുമൺലിനെസ്. ഷീ ഡിഡ് ദാറ്റ് ബൈ വെയറിങ് എ ഷർട്ട് ആൻഡ് ഹെർ ബ്രദേഴ്സ് ട്രൗസേഴ്സ് ആൻഡ് ഷീ കട്ട് ഹെർ ഹെയർ ഷോർട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് കമലാദാസ് ഡിസ്ക്രൈബ് ഹെർ യൂസ് ഓഫ് ലാംഗ്വേജ്. ഓക്കെ, കമലാദാസ് അവരുടെ ലാംഗ്വേജ് യൂസിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിക്കണേ. ഓക്കെ, സോ കമലാദാസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ സംസാരിക്കുന്ന ലാംഗ്വേജ് അവരുടേതാവും. ഓക്കെ, സോ അവരുടെ ഇംഗ്ലീഷിൽ അവർ വരുത്തുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റോർഷൻസ് ഒക്കെ കാണുന്നുണ്ട്, അസാധാരണത്വങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലൊക്കെ അത് അവളുടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി എന്നാണ് കമലാദാസ് പറയുന്നത്. ഓക്കെ, സോ കമലാദാസ് ഡിസ്ക്രൈബ്ഡ് ഹെർ യൂസ് ഓഫ് ലാംഗ്വേജ് ബൈ സേയിങ് ദാറ്റ് ദ ലാംഗ്വേജ് ഷീ സ്പീക്സ് ബിക്കംസ് ഹേഴ്സ്. The mistakes and distortions people find in her English are her own and only she should be blamed for them. Okay, next one, don't write in English. Who gave these orders and to whom? Okay, ഇംഗ്ലീഷിൽ എഴുതരുത് എന്നുള്ളൊരു കാര്യം, ഈ ഒരു ഓർഡർ ആർക്കാണ് കൊടുത്തതെന്നാണ് ചോദിക്കണത്. ഓക്കെ, അപ്പോൾ അതാരാണ്? ക്രിട്ടിക്സ്, ഫ്രണ്ട്സ് ആൻഡ് കസിൻസ് ഓഫ് ദ പോയറ്റ്. ഓക്കെ, പോയറ്റിൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ക്രിട്ടിക്സ് ആണ് ഇങ്ങനെ ഒരു ഓർഡർ പോയറ്റിന് കൊടുക്കുന്നത്. ഓക്കെ, സോ കമലാദാസ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇവർ പറയും ഇംഗ്ലീഷ് അല്ല എൻ്റെ മദർ ടങ്ക്, അതുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതരുത് എന്ന് പറയുന്നത് ഇവരാണ്. ഓക്കെ, സോ ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള ഓർഡർ കൊടുക്കുന്നത് ഈ ക്രിട്ടിക്സ്, ഫ്രണ്ട്സ് ആൻഡ് വിസിറ്റിംഗ് കസിൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണ്. ഓക്കെ, സോ ദേ വർ ഗിവൺ ടു കമലാദാസ് ഹു വാസ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. They said English is not her mother tongue and she should stop writing in English. Okay, പിന്നത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് കമലാദാസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഷീ ഹാസ് ഗ്രോൺ അപ്പ്. അവൾ വലുതായി അല്ലെങ്കിൽ താൻ വളർന്നു എന്നുള്ളൊരു കാര്യം കമലാദാസിന് എങ്ങനെയാണ് മനസ്സിലായതെന്നാണ് ചോദിക്കണത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അവൾ കുറച്ച് നീളം വെച്ചു, അവളുടെ ഓർഗൻസൊക്കെ കുറച്ച് വലുതായി, അതുമാതിരി തന്നെ അവൾക്ക് പല സ്ഥലങ്ങളിലും ഹെയറൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ, സോ അതൊക്കെ കണ്ടപ്പോഴാണ് കമലാദാസിന് മനസ്സിലാവുന്നത് താൻ വളരാൻ തുടങ്ങി, താൻ വളർന്നു എന്നുള്ളൊരു കാര്യം. പ്യുവർലി ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബയോളജിക്കൽ കാര്യങ്ങളിലൂടെയാണ് ഒരാൾക്ക് തൻ്റെ വളർച്ച മനസ്സിലാവുന്നത്. അതേമാതിരി തന്നെ ഇവിടെ കമലാദാസ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഷീ ഹാസ് ഗ്രോൺ അപ്പ് വെൻ ഷീ നോട്ടീസ്ഡ് ഷീ ഹാഡ് ബിക്കം ടോൾ, ഹെർ ലിംസ് ഹാഡ് ബിക്കം ബിഗ്ഗർ ആൻഡ് ഇൻ 1 or 2 പ്ലേസസ് ഹെയർ ഹാഡ് സ്പ്രൗട്ടഡ്. നെക്സ്റ്റ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ, ഫിറ്റ് ഇൻ ഓ ബിലോങ്, റൈറ്റ് ദ കാറ്റഗറൈസേഴ്സ്. വാട്ട് ഡസ് ദ കാറ്റഗറൈസേഴ്സ് അഡ്വൈസ് ഹർ എന്നാണ്. സോ ഫിറ്റ് ഇൻ ഓ ബിലോങ് എന്നുള്ളത് ഇതിലത്തെ ഒരു ലൈനാണ്. സോ ഇവിടെ കാറ്റഗറൈസേഴ്സ്, ഓക്കെ, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ കമലാദാസിനെ അഡ്വൈസ് ചെയ്തതെന്നാണ് ചോദിക്കണേ. ഓക്കെ, സോ കാറ്റഗറൈസേഴ്സ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവളുടെ അടുത്ത് പറഞ്ഞു നീ സാരി എടുക്കണം, ഓക്കെ, ഒരു ഗേളിനെ മാതിരി നടക്കണം, ബോയ് അല്ല നീ. ഓക്കെ, പിന്നെ പറഞ്ഞു നീ ഒരു വൈഫിനെ മാതിരിയാണ് നിൽക്കേണ്ടത്, നീ എന്താണ് ഒരു കുക്ക്, ഓക്കെ, പാകം ചെയ്യുന്നവളും അതുമാതിരി തന്നെ സെർവൻസിൻ്റെ അടുത്ത് വഴക്ക് കൂടുന്ന അങ്ങനെ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു വൈഫിനെ മാതിരി നീ നിൽക്കണം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാറ്റഗറൈസേഴ്സ് ഇവിടെ ഉപദേശിച്ചത്. ഓക്കെ, സമൂഹത്തിൻ്റെ ആ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങിയിട്ട് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കണം. ഓക്കെ, മതിലിൽ ഇരിക്കുകയും അതുമാതിരി തന്നെ ലേസ് കേർട്ടൻസിൻ്റെ ഇടയിൽ കൂടെ ഒളിഞ്ഞു നോക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് അവളെ ഉപദേശിച്ചത്. ഓക്കെ, so the categorizers advised her to dress in saris and to be a girl and not a boy. They advised her to be a wife, an embroiderer, a cook and a quarreler with servants. They advised her to fit in and belong. എവിടെ ഫിറ്റ് ഇൻ ചെയ്യാനാണ് പറയുന്നത്? ടു ദ സൊസൈറ്റി. ഓക്കെ, ടു ദ നോംസ് ആൻഡ് കസ്റ്റംസ് ഓഫ് ദ സൊസൈറ്റി. അവിടെ ഫിറ്റ് ഇൻ ചെയ്യാനാണ് അവർ പറയുന്നത്. ദേ ആസ്ക്ഡ് ഹർ നോട്ട് ടു സിറ്റ് ഓൺ ദ വാൾസ് ഓർ പീപ്പ് ഇൻ ത്രൂ ദ ലേസ് ഡ്രേപ്ഡ് വിൻഡോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ദ ഫ്രേസ് സ്വോർഡ് ഇൻ ഇറ്റ്സ് ഷീത്ത്. ഓക്കെ, സോ സ്വോർഡ് ഇൻ ഇറ്റ്സ് ഷീത്ത് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിൽ എന്താണ് അതിൻ്റെ മീനിങ് എന്നാണ് ചോദിക്കണത്. അപ്പോൾ എന്താണ് സ്വോർഡ് ഇൻ ഇറ്റ്സ് ഷീത്ത് എന്ന് പറഞ്ഞാൽ? ഷീത്ത് എന്ന് പറയുന്നത് നമ്മൾ വാള് യൂസ് ഇല്ലെങ്കിൽ ഇങ്ങനെ കുത്തി വെക്കില്ലേ, ആ സംഭവത്തിനെയാണ് ഷീത്ത് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി ഈ യുദ്ധമൊന്നും ഇല്ലാത്ത ടൈമിൽ, ഫൈറ്റൊന്നും ഇല്ലാത്ത ടൈമിൽ സ്വോർഡിനെ അതിൻ്റെ ആ ഒരു പ്രൊട്ടക്റ്റീവ് കവർ ഷീത്തിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഇതിനോട് റെഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആണ്, ഓക്കെ, ഒരു മാൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സ്വോർഡ് ഇൻ ഇറ്റ്സ് ഷീത്താണെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെർഫെക്റ്റ് ജെൻറ്റിൽമാൻ ആണെന്നാണ്. അതായത് ഒന്നും പുറത്തേക്ക് ഹി ഈസ് നോട്ട് ഷോയിങ് ഓഫ് എനിത്തിങ്. ഓക്കെ, സോ ഉപയോഗിക്കാത്തപ്പോൾ അതിൻ്റെ സംരക്ഷണത്തിനായിട്ട് വാള് ഇടുന്ന ഒരു കവർ, അതാണ് ഷീത്ത് എന്ന് പറയുന്നത്. സോ ഒരു പുരുഷനെ ഉറയിൽ കിടക്കുന്ന വാള് എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അയാളൊരു ജെൻറ്റിൽമാൻ ആണ്. അനാവശ്യമായിട്ട് തൻ്റെ കഴിവുകളോ അല്ലെങ്കിൽ തൻ്റെ ഒരു പോയിൻറ്റും അയാൾ എടുത്ത് കാണിക്കില്ല, പുറത്ത് കാണിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Okay, so a sheath is a protective case for a sword. Normally when there is no fight, the sword is in the sheath. By referring to the man as a sword in its sheath, it would mean a perfect gentleman who does not show off. Okay, അപ്പോൾ ഇത്രയാണ് ഇതിലെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ്. ഇനി ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഫസ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ ദ ലൈൻസ്. ഇപ്പോൾ ആദ്യത്തെ ഒരു ലൈനിന് കൊടുത്തിട്ടുണ്ട്, ഐ ആം സിന്നർ, ഐ ആം സെയിൻറ്റ്, ഐ ആം ദ ബിലൗഡ് ആൻഡ് ഐ ആം ദ ബീട്രേഡ്. ഓക്കെ, ഐ ആം സിന്നർ, ഐ ആം സെയിൻറ്റ്, ഐ ആം ബിലൗഡ് ആൻഡ് ദ ബീട്രേഡ്. ഈ ഒരു ലൈനിൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ സിന്നർ എന്ന് പറഞ്ഞാൽ പാപം ചെയ്തവൾ, സെയിൻറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധയായിട്ടുള്ള ഒരാൾ, ബിലൗഡ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെട്ടവൾ, ബീട്രേഡ് എന്ന് പറഞ്ഞാൽ ചതിക്കപ്പെട്ടവൾ. അപ്പോൾ ഈ ലൈൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിക്കണേ. ഇത് ഇൻട്രഡക്ഷൻ എന്നുള്ള ഈ കമലാദാസിൻ്റെ ഫേമസ് പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈൻസാണ്. ഇവിടെ പോയിട്ട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവൾ ഒരു സിന്നറുമാണ്, ഒരുപാട് പാപങ്ങൾ അവൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് മിസ്റ്റേക്സ് അവൾ ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അവളൊരു സെയിൻറ്റുമാണ്. ഓക്കെ, സോ അവൾ ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഒരുപാട് മിസ്റ്റേക്സും അവൾ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ടു എർറിസ് ഹ്യൂമൻ, എന്തെങ്കിലും തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഹ്യൂമൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, ഈ ലോകത്തുള്ള ആരും ഒരു ഫുൾ ചീത്ത എന്നുള്ളൊരു കോൺസെപ്റ്റിലില്ല. ഓക്കെ, പിന്നെ അതേമാതിരി തന്നെ അവളെ സ്നേഹിക്കപ്പെട്ടിട്ടുണ്ട്, അവൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ ക്വാളിറ്റീസും ഇവൾക്കുണ്ട്. ഇവൾ ഹ്യൂമൻ ഒരു സാധാ മനുഷ്യൻ ചെയ്യുന്ന മാതിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവൾ സ്നേഹിക്കപ്പെട്ടിട്ടുണ്ട്, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സോ അവളെ ഒരു ക്രിറ്റിസിസത്തിന് മാത്രമായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് അല്ലാതെ ഒരു മനുഷ്യനായിട്ട് കാണണം എന്നാണ് അവൾ പറയുന്നത്. Okay, to see her, to treat her as a human being rather than an object of unjust criticism. സോ ഇവിടെ പോയിട്ട് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പാട്രിയാർക്കൽ സൊസൈറ്റീൻ്റെ ഒരു ക്രിറ്റിസിസമാണ്. ഓക്കെ, ഒരു വുമൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മിയർ ഒബ്ജക്റ്റായിട്ട് മാത്രം കാണുന്ന പാട്രിയാർക്കൽ സൊസൈറ്റിക്ക് എതിരുള്ളൊരു ക്രിറ്റിസിസമാണ് ഈ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വുമണിന് അവരുടെ ലൈഫ് ജീവിക്കാൻ ഒരു ഹ്യൂമനായിട്ട് വുമണിനെ കാണണം, അല്ലാതെ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് ഒരു വസ്തുവായിട്ട് കാണരുത് എന്നുള്ള പോയിറ്റിൻ്റെ ആ ഒരു ഇതാണ് ഈ ലൈൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. Okay, so these lines are taken from the poem An Introduction by Kamala Das. The poet says that she is a sinner as well as a saint. It means that she has committed many mistakes, as we know to err is human. She has also done a lot of good things. She has been loved as well as betrayed. Hence, she possesses all the qualities of humans. Hence, she should be treated as a human being rather than an object for unjust criticism. Okay, so the line shows the poet's sharp criticism of patriarchal society in which a woman is not more than an object and is never allowed to live her own life. Okay, അപ്പോൾ അതാണ് ഈ ലൈൻസിലൂടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇതിൽ വരുന്ന ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ മേജർ തീംസ് ഇൻ ദിസ് പോയം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പോയത്തിലുള്ള മേജർ തീംസ് ഡിസ്കസ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഈ ഒരു പോയം ഇൻട്രൊഡക്ഷൻ ബൈ കമലാദാസിൽ മെയിനായിട്ടുള്ള തീം എന്താണ്? ഇവിടെ പല തീംസും പക്ഷേ റിലേറ്റഡ് ടു വുമൺ ആ രീതിക്കുള്ള തീംസാണ്. ലൈക്ക് ഫെമിനിസം വരുന്നുണ്ട്, ഈക്വൽ റൈറ്റ്സ് വരുന്നുണ്ട്, ദെൻ ഫ്രീഡം വരുന്നുണ്ട്, മാരേജ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്, പലതും വരുന്നുണ്ട്. സോ ദിസ് പോയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ക്ലിയർ ഫെമിനിസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് അഡ്വക്കേറ്റ്സ് ഫോർ ഫ്രീ ചോയ്സ് ഫോർ ഓൾ വുമൺ. എല്ലാ സ്ത്രീകൾക്കും ഓക്കെ ഈക്വൽ ആയിട്ടുള്ള ചോയ്സ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം വേണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ശരിക്കും ഈ പോയം എന്ന് പറയുന്നത്. ഓക്കെ, സോ എവറി ആസ്പെക്റ്റ് ഓഫ് ലൈഫിനെ പറ്റിയിട്ട് ഇതിൽ പറയുന്നുണ്ടെങ്കിലും മാരേജ് എന്നുള്ളതിലാണ് ഒരു സ്പെഷ്യൽ എംഫസിസ് പോയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഒരു സൊസൈറ്റിയിൽ ഒരു മാൻ ആൻഡ് വുമൺ അവരുടെ റോൾസിനെ പോയിട്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഷീ ഈസ് എക്സ്പ്ലെയിനിങ്, എന്താണ് അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അവളുടെ ലൈഫ് അല്ലെങ്കിൽ ആ റൂൾസ്, അവൾ ഒബേ ചെയ്യേണ്ടി വന്നിട്ടുള്ള റൂൾസ്, മറ്റുള്ളവരുടെ ഇതിൽ അവൾക്ക് അവളുടെ ഫ്രീഡം എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അവൾ ഇതിൽ പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ പോയിറ്റ്. ഓക്കെ, സോ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റണം, അതായത് ഇതിൽ ഈ പോയിറ്റ് കമലാദാസ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളുടെ അടുത്ത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇത് അപ്ലിക്കബിൾ ആണോ എന്നുള്ള കാര്യം, ആർ ദേ ലിവിങ് ഫ്രീലി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ ചോദിച്ചു നോക്കണം. സോ കമലാദാസ് എന്ന് പറയുമ്പോൾ
അവരെക്കാട്ടിലും ഒരുപാട് പ്രായമുള്ള ഒരാളുടെ അടുത്ത് വളരെ ചെറിയ ഏജിൽ തന്നെ മാരീഡ് ആയിട്ടുള്ള ഒരു വുമണാണ്. ഓക്കെ, സോ അതേ സമയം വേറെ എന്താണ്, പീപ്പിൾ അവൾ ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ അവളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് അല്ല നിൻ്റെ മദർ ടങ്, സോ യു ഷുഡ് നോട്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ അവളുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ചെയ്തപ്പോൾ നീ ഗേളാണ്, മാനന്മാർ ഡ്രസ്സ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാ സ്ഥലത്തും അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവൾക്ക് ഫ്രീഡം ലഭിച്ചിട്ടില്ല. ഓക്കെ, സോ അറ്റ് എവറി ടേൺ ആൻ ഇന്ത്യൻ വുമൺ എന്ന് പറയുമ്പോൾ ഷീ ഈസ് കൺട്രോൾഡ് ബൈ ദ പാട്രിയാർക്സ് ആൻഡ് ദേ ടെൽസ് ഹർ വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. ഓക്കെ, അപ്പോൾ ആ ഒരു മേജർ തീം എന്ന് പറയുമ്പോൾ വുമൻ്റെ കേസിലുള്ള കാര്യമാണ് ഇതിൽ ഈ അരുന്ധതി റോയ് പറയുന്നത്. Okay, so in her famous poem An Introduction by Kamala Das, she explores different themes like feminism, equal rights, freedom and marriage. Okay, so this poem is a very clear statement that advocates for the free choice for all women. This is in regard to every aspect of life, but she gives a special emphasis on marriage. Okay, she is comparing and contrasting the roles of men and women in society and explains for the reader how her life and the rules she is forced to obey infringe on her freedom. Okay, she was married at a very early age to a man who is much older to her. People complained when she wrote in English. They did not like her dressing like a man and then told her to be a girl and not a boy. So at every turn of an Indian woman, at every turn of an Indian woman's life, she is controlled by the patriarchs and they will tell her what to do and what not to do. എന്താണെങ്കിലും ഇപ്പോൾ അവളുടെ കല്യാണമാണെങ്കിൽ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും അവളുടെ ഒരു ക്രേസ് അവളുടെ റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് എഴുതരുത്, അല്ലെങ്കിൽ ഡ്രസ്സിങ് ആണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. സോ എവറിത്തിങ് ഈസ് കൺട്രോൾഡ് ബൈ ദ പാട്രിയാർക്സ് ഇൻ എൻ ഇന്ത്യൻ വുമൻസ് ലൈഫ്. ഓക്കെ, ആ ഒരു തീമാണ് ഈ പോയത്തിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. Next question, write a brief note on the typical Indian woman and male domination in Indian society as expressed in the poem. ഇത് ഇന്ത്യൻ സൊസൈറ്റിയിൽ ടിപ്പിക്കലായിട്ട് കണ്ടുവരുന്ന ഒരു ഇന്ത്യൻ വുമൺ ആൻഡ് മെയിൽ ഡോമിനേഷൻ അതിനെ പറ്റിയിട്ടൊന്ന് പറയാനാണ് പറയുന്നത്. ഇന്ത്യൻ സ്ത്രീയെ പറ്റിയിട്ടും ഇന്ത്യൻ സമൂഹത്തിൽ പുരുഷൻ്റെ ആ ഒരു മേധാവിത്വം അതിനെ പറ്റിയിട്ടും ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. സോ നമുക്ക് പറയാം, ഇവിടെ ഈ ഒരു പോയത്തിൽ കമലാദാസ് കാണിക്കുന്നുണ്ട് പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു സ്ത്രീൻ്റെ അവസ്ഥ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അവർ ഈ പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നത് അവർക്ക് പൊളിറ്റിക്സിനെ പറ്റിയിട്ട് അത്രയൊന്നും അറിയില്ല, പക്ഷേ ഈ നമ്മുടെ കൺട്രിയിലുള്ള പൊളിറ്റീഷ്യൻസിൻ്റെ പേര് ഭയങ്കര ഫ്ലുവൻ്റായിട്ട് അവൾക്ക് പറയാൻ പറ്റും. ലൈക്ക് നെഹ്റു, അങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ട് അവൾക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അവൾക്ക് ആ എല്ലാ പൊളിറ്റീഷ്യൻസിൻ്റെയും പേര് നമ്മൾ ഓരോ ആഴ്ചകളെ പോലെ അല്ലെങ്കിൽ ഓരോ ആഴ്ചത്തെ ദിവസങ്ങളെ പോലെ അവൾക്ക് പറയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ പറയുന്ന അധിക പൊളിറ്റീഷ്യൻസ് എന്താണ് ഈ ഒരു പോയിന്റിൽ ക്ലിയർ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പൊളിറ്റീഷ്യൻസ് അധികവും മെന്നാണ്. ഓക്കെ, ആണുങ്ങളാണ്. കാരണം വിമൺ എന്ന് പറയുമ്പോൾ അവർക്കൊരു ചോയ്സ് കൊടുത്തിട്ടില്ല, പൊളിറ്റിക്സിൽ ഷൈൻ ചെയ്യാൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇഫ് മിസ്സസ് ഗാന്ധി ഒരു എക്സെപ്ഷനാണ്. കാരണം എന്താണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സെപ്ഷനായിട്ട് പറയാം. ഓക്കെ, പിന്നെ അതുമാതിരി പോയിട്ട് ഒരു മാനിനെ മാതിരി ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതുമാതിരി മുടിയൊന്ന് ചെറുതാക്കി വെട്ടിയപ്പോൾ എന്താ പറഞ്ഞത്, പാട്രിയാർക്സിന് അത് ഇഷ്ടപ്പെട്ടില്ല. പാട്രിയാർക്സ് പറഞ്ഞു അവളുടെ അടുത്ത് മാറണം, സാരി ഉടുക്കണം, നീ ഗേളാണ് ബോയ് അല്ല പറഞ്ഞു. അവൾക്ക് അവളൊരു വൈഫായിട്ട് നീ മാറണം എന്ന് പറഞ്ഞു. അവളുടെ അടുത്തൊരു കുക്കാവണം, സെർവൻസിൻ്റെ അടുത്ത് ക്വാറൽ ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ വൈഫ് മെറ്റീരിയൽ ആവണം എന്ന് അവളോട് പറയുകയാണ്. ഓക്കെ, സോ ദേ ടോൾഡ് ഹർ ടു ഫിറ്റ് ഇൻ ആൻഡ് ബിലോങ് ടു ദ നോംസ് ഓഫ് ദ സൊസൈറ്റി. സോ അവളുടെ അടുത്ത് മതിലിൻ്റെ മേലെ കയറി ഇരിക്കരുത്, ജനലിൻ്റെ ഉള്ളിൽ കൂടെ പാളി നോക്കരുത്, അങ്ങനെ ദേ ആർ സെറ്റിംഗ് ദ കണ്ടീഷൻസ് ഫോർ ഹർ ലൈഫ്. Okay, so this is the condition of a typical Indian woman, okay, as described by Kamala Das in a male-dominated society. Okay, so the poem An Introduction by Kamala Das shows the condition of women in a patriarchal society. She starts the poem by saying that she doesn't know much about politics, but she knows the politicians of her country from Nehru to the ones of her own times. She has memorized the names of all the politicians like the days of the week or the names of the months. Most of these politicians are men, as women are not given chance to shine in politics. If Mrs. Gandhi is an exception, it is because she was the daughter of Jawaharlal Nehru. When the poet started dressing like a man and got her hair cut, the patriarchs did not like the changes. They told her to dress in saris and to be a girl and not a boy. They wanted her to be a wife, okay, to be an embroiderer, a cook, a quarreler with the servants. They told her to fit in and belong to the society. They asked her not to sit on walls or peep through the windows. This is the condition of women in India where there is male domination. Okay, next question. The weight of my breast and womb crushed me. I shrank pitifully. What does the poet want to convey? അതായത്
ഈ ഒരു പോയത്തത്തെ ഒരു ലൈനാണ് ദ വെയിറ്റ് ഓഫ് മൈ ബ്രസ്റ്റ് ആൻഡ് വൂംബ് ക്രഷ് ടു മീ എന്നുള്ളത്. ഓക്കെ, അവളുടെ ബ്രസ്റ്റിൻ്റെയും അതുമാതിരി തന്നെ ഗർഭപാത്രത്തിൻ്റെയും ഭാരം അവളെ തന്നെ ക്രഷ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിലവൾ ഭയങ്കര ദയനീയമായിട്ട് ക്രഷ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ ലൈൻസ്. സോ അതെന്താണ് പോയിറ്റ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്, എന്ത് മെസ്സേജാണ് പോയിറ്റിനെ കൺവേ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കണത്. സോ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കമലാദാസിൻ്റെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ അവൾക്ക് 15 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ മാധവൻ ദാസ് എന്നുള്ള ഒരാളെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഇത് മാധവ ദാസ് എന്ന് പറയുമ്പോൾ ഇവളെക്കാട്ടിലും ഒരുപാട് വയസ്സ് മുതിർന്നതാണ്. ഓക്കെ, സോ ഇൻ ഹെർ ഓൺ വേർഡ്സ് അവൾ ഈ ഒരു കമലാദാസിൻ്റെ വേർഡ്സിൽ തന്നെ പറഞ്ഞാൽ, വെൻ ഷീ ആസ്ക്ഡ് ഫോർ ലവ്, സ്നേഹത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ ഹെർ ഹസ്ബൻഡ് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അയാൾ ഇവളെ ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് വാതിലടച്ചു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഷി വാസ് ജസ്റ്റ് എ ടീനേജർ. ഓക്കെ, അയാളെ തല്ലിയിട്ടൊന്നുമില്ല, പക്ഷേ അവളുടെ ഒരു വുമൺ ബോഡി, അവളുടെ ശരീരത്തിന് ബാഡ്ലി ബീറ്റൺ, ഓക്കെ, ഭയങ്കരമായി അടിച്ച ഒരു ഫീലാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. ഫിസിക്കലി അവൾ അടിച്ചിട്ടില്ലെങ്കിലും ദാറ്റ് ബോഡി ഓഫ് ഹേഴ്സ്, ഓക്കെ, അവളുടെ ബോഡിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അടി കിട്ടിയ മാതിരിയാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, കാരണം അവളുടെ ഹസ്ബൻഡ് അയാളുടെ ഒരു ലെസ്റ്റ്, ആ ഒരു കാമം അവളുടെ ബോഡിയിൽ തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവളുടെ ബ്രസ്റ്റ് ആൻഡ് അവളുടെ വൂംബ്, ഒരു വുമൺ എന്നുള്ള രീതിയിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 2 ഓർഗൻസാണ് ഈ ബ്രസ്റ്റും വൂംബും, വൂംബ് ആൻഡ് ബ്രസ്റ്റ്. സോ അതിൻ്റെ ആ വെയിറ്റിൽ അവൾ തന്നെ അതിൻ്റെ അടിയിൽ പെട്ടുപോയി എന്നാണ് പറയുന്നത്. ദാറ്റ് സേസ് ഹർ പത്തറ്റിക് കണ്ടീഷൻ ഓഫ് എ ടീനേജ് ഗേൾ. ഓക്കെ, സോ അവൾ ആ ഒരു സെക്ഷുവൽ എൻകൗണ്ടേഴ്സിന് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് അവൾ ടീനേജ് എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഓൾഡർ മാനായിട്ട് ഇങ്ങനെ ഒരു രീതിക്കൊന്നും ഷി വാസ് നോട്ട് റെഡി. സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ സംഭവിച്ചപ്പോൾ ഷീ ഫെൽറ്റ് ആസ് ഷീ സ്ട്രിങ്കിങ്. അവളുടെ സെൽഫ് റെസ്പെക്റ്റാണ് അവിടെ നഷ്ടപ്പെടുന്നത് കാണിക്കുന്നത്. ഓക്കെ, അവളുടെ അനുവാദം ഇല്ലാതെ ഹെർ ബോഡി ഈസ് ക്രഷ്ഡ്. അപ്പോൾ അവിടെ അവൾ ഷ്രിങ്ക് ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ അവൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവരുടെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് അവിടെ നഷ്ടപ്പെട്ടു എന്നാണ്. ഓക്കെ, സോ അവളുടെ സമ്മതമല്ലാതെ, ഓക്കെ, വാട്ട് ഹാപ്പൻഡ്, ഷി വാസ് ബീങ് യൂസ്ഡ് ബൈ ദ മാൻ. സോ ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി നോബഡി ബോദേഴ്സ് ടു സീക്ക് ദ കൺസെൻറ്റ് ഓഫ് ദ വുമൺ. ഒരു സ്ത്രീയുടെ സമ്മതം ചോദിച്ചിട്ടല്ല പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒന്നും ആരും ചെയ്യുന്നത്. അതിപ്പോൾ അവളുടെ ബോഡിയിൽ തൊടുന്നതാണെങ്കിലും വാട്ട് എവർ, ആരും അവളുടെ കൺസെൻറ്റ് സമ്മതം ചോദിക്കുന്നില്ല. ഓക്കെ, ദിസ് മേക്സ് ഹർ ഫീൽ വെരി സ്മോൾ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് അവളെ ഭയങ്കര ചെറുതായിട്ട് അവൾക്ക് തോന്നി. അവളുടെ സെൽഫ് റെസ്പെക്റ്റൊക്കെ നഷ്ടപ്പെട്ട മാതിരി പോയിട്ടിന് ഫീൽ ചെയ്യാണ്. ഇതൊക്കെ ഇപ്പോഴത്തേക്ക് ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഇവൻ ദോ സ്റ്റിൽ ഇതൊരു പാട്രിയാർക്കൽ സൊസൈറ്റി ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഇതായിരുന്നു. ഓക്കെ, അത് ഈ മാരേജ് അറ്റ് ദ ഏജ് ഓഫ് 15 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ദ വെയിറ്റ് ഓഫ് മൈ ബ്രസ്റ്റ് ആൻഡ് വൂംബ് ക്രഷ് ടു മീ എന്നുള്ള ലൈൻസിലൂടെ വാട്ട് മെസ്സേജ് ദ പോയിറ്റ് ഇസ് കൺവേയിങ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പറയുക, കമലാദാസ് വാസ് മാരീഡ് ടു മാധവ ദാസ് വെൻ ഷി വാസ് ജസ്റ്റ് 15 years old. മാധവ ദാസ് വാസ് മച്ച് ഓൾഡർ. In her own words, she says that when she asked for love, her husband drew her into the bedroom and closed the door. She was then only a teenager. Okay, he did not beat her, but her woman body felt badly beaten as her husband was quenching his lust with her body. Okay, the weight of her breast and the womb crushed her and she shrank pitifully. Although she was married, she was not ready for such sexual encounters with an older man. She felt as if she is shrinking, maybe because of the loss of self-respect. Okay, she was being used by the man without her consent. In a patriarchal society, nobody bothers to seek the consent of the woman to do what he wants with her, especially in the bedroom. And this experience makes her feel very small. Okay, our experience ആണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ പോയം ആൻഡ് ഇൻട്രൊഡക്ഷൻ ബൈ കമലാദാസ്. ഈ ഒരു പോയത്തിന് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളൊരു ടൈറ്റിൽ കമലാദാസ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഓക്കെ, ആ ഒരു തലക്കെട്ടിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കണേ. ഓക്കെ, സോ ഇവിടെ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ആപ്റ്റ് ടൈറ്റിൽ. കാരണം ഇവിടെ കമലാദാസ് അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അവരുടെ മെൻ്റൽ ഇമോഷണൽ സ്റ്റേറ്റ്സിനെ പറ്റിയിട്ടും അവർക്ക് പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുമാണ് കമലാദാസ് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്, സ്പീക്കർ മെയിൽ ലീഡേഴ്സിനെ പറ്റി എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് തൻ്റെ തന്നെ സ്റ്റോറിയാണ് അവിടെ പറയുന്നത്. പിന്നെ അവൾ ഈ പറയുന്ന പോയിറ്റ് ഒരു ഇന്ത്യനാണ്, ബ്രൗൺ കളറാണ്, മലബാർ എന്നാണ് വരുന്നത്. ഓക്കെ, ദെൻ ഹൗ ഷി വാസ് ഫോഴ്സ്ഡ് ടു മാരി, അതുമാതിരി തന്നെ ഹൗ ഹർ ഹസ്ബൻഡ് ക്വെൻഷസ് ലെസ്റ്റ് ഓൺ ഹർ ബോഡി, അതൊക്കെ പറയുന്നുണ്ട്. സോ അവൾ ഈ ഒരു പോയറ്റിൻ്റെ ഫിസിക്കൽ മെൻ്റൽ ഇമോഷണൽ സ്റ്റേറ്റ്സ് ആണ് ഈ പോയം പറയുന്നത്. ഓക്കെ, അതുമാതിരി തന്നെ അവൾ ഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് ഇട്ട് മുടി വെട്ടിയപ്പോൾ ഹൗ ദ പാട്രിയാർക്കൽ സൊസൈറ്റി റിയാക്റ്റഡ് ടു ദാറ്റ്, അവരെന്താണ് അവളോട് പറഞ്ഞത്. ഓക്കെ, സോ പിന്നെ അവൾ എഴുത്ത് തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷിൽ എഴുതരുത് പറഞ്ഞത്.
സോ എല്ലാ കാര്യത്തിലും ഷീ ഈസ് എക്സ്പ്ലെയിനിങ് ഹെർ ഓൺ ലൈഫ്. ദാറ്റ് ഈസ് എൻ ഇൻട്രൊഡക്ഷൻ ടു ഹെർ ഓൺ ലൈഫാണ് ഈ പോയം എന്ന് പറയുന്നത്. ഫൈനലി എന്താണ്, ഇൻ ഹെർ ഇമാജിനേഷൻ ഷീ ഫൈൻഡ്സ് എ സ്യൂട്ടബിൾ മാൻ, ഓക്കെ, ഹു ഹാസ് എൻ ഇൻഡിവിജ്വാലിറ്റി. ദാറ്റ് മീൻസ് ഒരു ഇൻഡിവിജ്വൽ മാൻ എന്നുള്ള കോൺസെപ്റ്റ്, ഒരു ഐഡിയൽ മാൻ എന്നുള്ള കോൺസെപ്റ്റിൽ കമലാദാസിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ പാട്രിയാർക്കൽ സൊസൈറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും അതേമാതിരി ഒബേ ചെയ്യാത്ത ആൾ. ഓക്കെ, സ്ത്രീയുടേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി കൊടുക്കുന്ന ആൾ. അപ്പോൾ സ്ത്രീയുടെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ കോൺസെൻറ്റ് വാങ്ങുന്ന ആൾ. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ കൺഫെഷണൽ പോയം. കമലാദാസ് അവരെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. അവരെ പറ്റി, അവരുടെ വുമൺഹുഡിനെ പറ്റിയിട്ട്, വുമൻ സെക്ഷുവാലിറ്റീനെ പറ്റിയിട്ട്, വുമൻ്റെ ഫ്രീഡത്തിനെ പറ്റിയിട്ട്. ഓക്കെ, സോ ഇറ്റ്സ് ആക്ച്വലി എൻ ഇൻട്രൊഡക്ഷൻ ടു ഹെർ ലൈഫ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് ഭയങ്കര ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ്. So what is the significance of the title of the poem and introduction എന്ന് ചോദിച്ചാൽ, the title of poem and introduction by Kamala Das is very apt because in the poem she introduces herself. She describes her own mental and emotional states and how she felt in a patriarchal society. An introduction begins with the speaker stating that she knows all the male leaders of India. Okay, she introduces herself as an Indian, brown in color and born in Malabar. Then she says about how she was forced into bed by her husband when she was a teenager. He quenched his lust on making her feel the weight of her breast and womb. She tried to change by wearing shirt and trousers and cutting her hair short. But then the patriarchs told her to be a wife, a cook, and a quarreler with servants. They asked her not to sit on balls or to peep through the windows. Even though she wrote in English, they said not to because English is not her mother tongue. Okay, then finally she in her imagination finds a suitable man. Okay, for herself a suitable man means someone who is not obeying the patriarchal society. Okay, so actually this introduction is a confessional poem and Kamala Das is candidly talking about herself. Okay, about womanhood, about woman's sexuality and freedom. Okay, so അതുകൊണ്ട് തന്നെ this title is very significant. ഇനി ഇതിൽ ചോദിക്കാവുന്ന ലോങ് എസ്സേസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ചോദിക്കാവുന്നത് ഈ പോയത്തിനൊരു ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് പാട്രിയാർക്കൽ സൊസൈറ്റിക്ക് എതിരുള്ള ഒരു ക്രിറ്റിസിസമാണ് ആൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോയം. അത് ഡിസ്കസ് ചെയ്യാൻ പറയും. നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സ് വെച്ചിട്ട് ഇത് സുഖമായിട്ട് എഴുതാൻ പറ്റും. കമലാദാസിൻ്റെ കാര്യം വെച്ചിട്ട് തന്നെ, ദാറ്റ് ഇസ് മാരേജ്, അവരുടെ മാരേജിൻ്റെ കാര്യം, അവർ ഡ്രസ്സിങ് സ്റ്റൈലിൻ്റെ കാര്യം, ദെൻ റൈറ്റിംഗ്, ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങിയപ്പോഴുള്ള കാര്യം. സോ ഹൗ ഹെർ ലൈഫ് വാസ് ഡിസൈഡഡ് ബൈ ദ സൊസൈറ്റി, ബൈ ദ പാട്രിയാർക്കൽ സൊസൈറ്റി. ആ കാര്യങ്ങൾ വെച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റും. അതുമാതിരി പൊളിറ്റീഷ്യൻസിൻ്റെ പേരെടുത്ത് കഴിഞ്ഞാൽ മെയിൽ ലീഡേഴ്സ് മാത്രമേ ഉള്ളൂ, ബിക്കോസ് വിമൺ ആർ നോട്ട് ഗീവൺ എനി ചാൻസ്. വിറ്റ്സ് എ ഫ്യൂ എക്സെപ്ഷൻസ്, ബാക്കി ആർക്കും ചാൻസ് കിട്ടിയിട്ടില്ല. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് അവൾ ഇന്ത്യൻ ആണെന്ന് അവരെ തന്നെ അസേർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഷീ ഈസ് ഇന്ത്യൻ, ഷീ ഈസ് ബ്രൗൺ ഇൻ കളർ, ബോൺ ഇൻ മലബാർ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പാട്രിയാർക്കൽ സൊസൈറ്റി എങ്ങനെയാണ് കമലാദാസിനെ ട്രീറ്റ് ചെയ്തത്, അവരെ മാരേജിൻ്റെ കേസ് പറയുക, ഹൗ ഷി വാസ് ട്രീറ്റഡ് ഇൻ ദ ബെഡ്റൂം, ദെൻ ഡ്രസ്സിങ് സ്റ്റൈല്, ഇവർ ഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് മുടിയൊക്കെ വെട്ടിയപ്പോൾ ഹൗ ദി റിയാക്റ്റഡ്, ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ ഹൗ ദി റിയാക്റ്റഡ്, പൊളിറ്റീഷ്യൻസിൻ്റെ കേസിൽ വൈ ദർ വാസ് നോ ഫീമെയിൽ ലീഡേഴ്സ് എന്നുള്ള കാര്യം. ദെൻ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ പാട്രിയാർക്കൽ സൊസൈറ്റി അവളുടെ അടുത്ത് സാരി ധരിക്കണം, പിന്നെ വൈഫ് ആവണം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഹൗ ദ വുമൻ വാസ് ട്രീറ്റഡ് ലൈക്ക് ആൻ ഒബ്ജക്റ്റ് ഇൻ പാട്രിയാർക്കൽ സൊസൈറ്റി. സോ അവരുടെ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്താൻ പറ്റും. ദാറ്റ് ദിസ് പോയം ആൻഡ് ഇൻട്രൊഡക്ഷൻ ബൈ Kamala Das ഇസ് എ വെരി സ്ട്രിഞ്ചൻറ്റ് ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് പാട്രിയാർക്കൽ സൊസൈറ്റി. പിന്നെ അതിൽ ചോദിക്കാൻ പറ്റുന്നത് ഈ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് ഒരു കൺഫെഷണൽ പോയമാണ് എന്നുള്ളതിനെ പറ്റി എഴുതാനാണ്. ഓക്കെ, അതായത് തന്നെ പറ്റി കൺഫെസ് ചെയ്യാണ് ഇവിടെ കമലാദാസ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ദിസ് ഇൻട്രൊഡക്ഷൻ ഇസ് എ കൺഫെഷണൽ പോയം, ബിക്കോസ് ഇവിടെ പോയം കൂടുതലായിട്ടും പേഴ്സണൽ ലൈഫ് ഓഫ് കമലാദാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുമാതിരി തന്നെ ഇന്നർ ഫീലിങ്സ് ഓഫ് കമലാദാസ്, ഇന്നർ ഫീലിങ്സ് ഓഫ് ദ പോയറ്റ്. സോ കൺഫെഷണൽ പോയം എന്ന് പറയുമ്പോൾ അതിൽ പേഴ്സണൽ ലൈഫ് ഓഫ് ദ പോയറ്റ് അതായിരിക്കും കൂടുതലും വരിക. അതുമാതിരി തന്നെ ദ മെൻറ്റൽ ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ഓഫ് ദ പോയറ്റ് ഒക്കെയാണ് വരിക. അതാണ് കൺഫെഷണൽ പോയം എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ദിസ് ഈസ് എ കൺഫെഷണൽ പോയം എന്നുള്ളത്. കാരണം അവിടെ കമലാദാസ് ഒരു കൺഫെഷണൽ പോയറ്റ് ആണ്, മാത്രമല്ല അവരുടെ ലൈഫാണ്. ഷീ ഈസ് ഇൻട്രൊഡ്യൂസിങ് ഹർ ലൈഫ് ടു ദ റീഡേഴ്സ്. അപ്പോൾ അവിടെ അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാതും അവർ കൺഫെസ് ചെയ്യുന്നുണ്ട്. ഷീ ഈസ് കൺഫെസിങ് ദാറ്റ് ഷീ ഈസ് എ സിന്നർ, ഷീ ഈസ് എ സെയിൻറ്റ്, ഷീ ഈസ് ബിലൗഡ് ആൻഡ് ബിട്രേഡ്, എല്ലാം കൺഫെസ് ചെയ്യുന്നുണ്ട്. അബൌട്ട് ഹർ മാരേജ് കൺഫെസ് ചെയ്യുന്നുണ്ട്, അബൌട്ട് ഹർ റൈറ്റിംഗ് കൺഫെസ് ചെയ്യുന്നുണ്ട്, ദെൻ അബൌട്ട് ഹൗ ദ പാട്രിയാർക്കൽ സൊസൈറ്റി ട്രീറ്റഡ് ഹർ അത് അവർ കൺഫെസ് ചെയ്യുന്നുണ്ട്.
ഹൗ ഹെർ വെയ്റ്റ് ഓഫ് ബ്രസ്റ്റ് ആൻഡ് വൂംബ് ഷ്രിങ്കഡ് ഹെർ പിറ്റിഫുള്ളി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ദെൻ അങ്ങനെ എല്ലാ കാര്യവും അവരുടെ ലൈഫ് തന്നെ അവർ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. ഷീ ഈസ് കൺഫ്യൂസിങ് ഹെർ ഓൺ ലൈഫ് ത്രൂ ദ പോയം. Okay, so thus we can say that this an introduction by Kamala Das is an example, very excellent example of confessional poetry. So confessional poetry അല്ലെങ്കിൽ confessional poem മെയിൻ ആയിട്ട് പേഴ്സണൽ ലൈഫ് ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ഓഫ് ദ പോയറ്റിനെ വെച്ചിട്ടാണ് ഡീൽ ചെയ്യുക. സോ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം അവരുടെ ലൈഫ് വെച്ചിട്ട് ഇതൊരു കൺഫെഷണൽ പോയം ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു കമലാദാസിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതെന്ന് ചോദിക്കാവുന്ന ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആൻ ഓൾഡ് വുമൺ എന്നുള്ള പോയാണ് ബൈ അരുൺ കോലട്കർ. ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മുടെ ചാനലിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.